ഡേ 7 ഓഫ് ചമ്മച്ചല്ലോ. യെസ് ഗൈസ്, ഇന്നാണ് നമ്മൾ അത്രയും കാത്തിരുന്ന ഒരു ദിവസം, അതായത് മഞ്ഞ് കളിക്കുന്ന ദിവസേ. അങ്ങനെ രാവിലെ തന്നെ നീറ്റപ്പോൾ ഫുൾ കോമഡി ആയിരുന്നു. സനൻ്റെ ബൂട്ട് ഒന്നാകെ പൊളിഞ്ഞു പോകുന്നു, അതേപോലെ തന്നെ ബോഡി ലോഷൻ മൊത്തം പോയി. മൊത്തത്തിൽ പറഞ്ഞാൽ ഫുൾ കോമഡി ആയിരുന്നു. ചിരിച്ചൊരു വൈക്കായിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ നേരെ വിട്ടിട്ടുള്ളത് ആ മഞ്ഞിലൊക്കെ ഇടുന്ന ഈ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, അത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നേരെ കാണുമ്പോൾ നല്ല നിറച്ച് ലുക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പോയിട്ട് ചേച്ചിൻ്റെ സോപ്പ് ഇട്ടിട്ട് അടുത്ത ഔട്ട്ഫിറ്റ് ഇട്ട്, അതായത് ഈ ഒരു കോസ്റ്റ്യൂമേ ഇപ്പം എങ്ങനെയുണ്ട്, ഒന്നുകൂടി ഉഷാറായില്ലേ? പിന്നെന്താ എല്ലാവരും ഫുൾ ഹറിബറി ആയിരുന്നു. കാരണം എന്താ, എല്ലാവരും സൈസിനുള്ളത് എടുക്കുന്നതും അതുപോലെ തന്നെ സെലക്ട് ചെയ്യണതും കളർ രസമുണ്ടോ നോക്കുന്നതും ഫുൾ തിരക്കിലായിരുന്നു. ഈ ഒരു കോസ്റ്റ്യൂം നമ്മൾ വെറുതെ എടുക്കണതല്ല, നമ്മൾ റെന്റിന് കൊടുക്കണം. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് അതാ നേരെ പോവട്ടെ. സംഭവം കണ്ടില്ലേ, കയറുമ്പോൾ തന്നെ ഫുൾ സെറ്റ് ചെയ്തിരുന്നു. എല്ലായിടത്തും ഇങ്ങനെ മഞ്ഞിങ്ങനെ വാരി വിതറി കിടക്കിയിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എല്ലാവരും ഫുൾ എൻജോയ്മെന്റിലായിരുന്നു. പിന്നെ നമ്മൾ പോയന്ന് വാലന്റൈൻസ് ഡേ കേട്ടോ. ഹാപ്പി വാലന്റൈൻസ് ഡേ. ഇത് കുറച്ച് നമ്മള് ഷാനക്ക് നേരത്തെ കൊടുക്കും, അടുത്ത് എല്ലാരും എടുക്കും. കവർ എടുക്കും, കവർ ജാനു. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടോ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണം. പിന്നെ അത് ഓരോരുത്തർക്ക് വേണ്ടിയുള്ള റിവെഞ്ച് ആയിരുന്നു. ആ കുഞ്ഞാപ്പാപ്പ കണ്ട ഞാൻ എവിടെയെന്ന് നിങ്ങൾ എന്തിനോട് പറഞ്ഞു? ഞാൻ കടുങ്ങല്ലൂര് മാത്രമേ ഫ്രണ്ട്സോ കാണിച്ചെടുക്കാൻ പറ്റുന്നു. ഇപ്പൊ കണ്ടില്ല മണാലി. നമ്മള് പനീനേർക്ക് വേണ്ടിട്ട് ഞങ്ങൾ മണാലിന്ന് ഒന്നും കൊടുത്തില്ലാന്ന് പറയണ്ട. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരിക്കണ്. കിടന്ന് മഞ്ഞ് വാരലും എറിയലും റീലെടുക്കലും അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു ആഗ്രഹിക്കുന്ന ഈ മഞ്ഞ് ഡയറക്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ എടുത്തു നോക്കിക്കാ, സംഭവം ഒരു ഐസ് ക്രഷ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത ടീമിന്റെ റീലെടുക്കലും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ തന്നെ ഇന്ന് മെയിനായിട്ട് നടന്നിരുന്നത് അവിടെ. പിന്നെ ഇവിടെ വന്നിട്ട് നമ്മളിത് ട്രൈ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇഷാമും സാറുമാരും എല്ലാവരും കൂടി ഇത് ഫ്രൂട്ടി എടുത്തിട്ട് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഉള്ളത് പറയാലോ, നല്ല എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ സങ്കടം വരെ, കാരണം ഈ ഒരു ചെറിയ പ്ലേറ്റിന് 70 രൂപയെ. സാധാരണ എന്റെ നാവ് നല്ല സെൻസിറ്റീവാ. ചൂടോടൊക്കെ തിന്നാൽ നാവ് പൊള്ളും. അതായത് കുറെ നേരം ഇരുന്നാൽ പോലും നാവ് പൊള്ളും. അങ്ങനത്തെ ഇതിപ്പോ ചൂടോടെ തന്നെ തിന്നേണ്ടത്. നാവ് പൊള്ളണത് അറിയണയാ, ചൂടുള്ളത് അറിയണയാ. അതെ ഗൈസ്, നമ്മളിത് ചൂടോടെയാണ് കഴിക്കണത്. കണ്ടില്ലേ, കഴിക്കുമ്പോൾ തന്നെ അറിയേണ്ട ആവി പോണത്. പക്ഷെ നമ്മളിത് വായിക്ക് വെക്കുമ്പോഴത്തേക്കും തണുക്കും. പിന്നെ എന്താണെന്നറിയില്ല, നല്ല വിശപ്പുകൊണ്ട് തന്നെ നല്ലതിനും നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ബ്രെഡ് ഓംലേറ്റ് കൂടി കഴിച്ചു. പക്ഷെ അതിൽ ഉപ്പില്ലായിരുന്നു. പിന്നെ അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ സാറ് ഇതാ മറ്റേ യാക്കിന്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു ഡ്രൈവും അതുപോലെ തന്നെ നമ്മൾ സിബ് ലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കസോളിലോട്ടാ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ സ്റ്റേ നമ്മളത് ടെന്റിലാണ്. കണ്ടില്ലേ, ഒക്കെ തണുത്ത് മരവിച്ച്